നല്ല അടിപൊളി നാടൻ പയറാലത്. ചെറിയ പക്ഷെ വലിപ്പം വെക്കില്ല, പക്ഷെ നല്ല നാടൻ പയർ അല്ലേ? ചോട പക്ഷെ നല്ല അടിപൊളി നാടൻ പയർ കേട്ടോ. നല്ല പയർ, നല്ല പച്ചപ്പയർ, യാതൊരു കീടനാശിനി ഇല്ലാത്ത നല്ല ഇല്ലേ മതി, ജന്തുക്കൾ തിന്ന് ബാക്കിയില്ലേ മതി അല്ലേ? അത്രേ ഉള്ളൂ. അടിപൊളി പയറാട്ടോ. നമ്മളെ കാക്ക ഉണ്ടാക്കണാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായാനാക്കാ? 63. ഇപ്പോഴും കൃഷി തന്നെ അല്ലേ? നല്ല അടിപൊളി. ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വിശ്വസിച്ച് വാങ്ങട്ടോ. കാരണം നല്ല അടിപൊളി പയറും നാടൻ പയറാട്ടോ. വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും വാങ്ങാം. നമ്മള് ജൈവമായിട്ട് വിശ്വസിച്ച് വാങ്ങാം. ഓൾക്ക് കുറച്ചൊക്കെ ജന്തുക്കളൊക്കെ തിന്നിക്കണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇല്ലത് നല്ല കൊടുക്കുക. ജന്തുക്കളൊന്നും കുറച്ചൊക്കെ ജന്തുക്കളൊക്കെ തിന്നും, എന്നാലും അതിന് ബാക്കി നമുക്ക് മതി. മരുന്നും കുന്ത്രാണ് വേണ്ടിയൊന്നും വേണ്ട. നല്ല ജൈവമായിട്ട് പയർ കൊടുക്കണ കാക്കിയാട്ടോ. നമ്മളെ കൊടുങ്ങല്ലൂരാണ്. അത് കൊടുങ്ങല്ലൂരല്ലേ? കടുങ്ങല്ലൂരാണ് കേട്ടോ. നമ്മളെ പാലത്തിങ്ങൽ കൊടുങ്ങല്ലൂർ. ചെറുപയറല്ല, അതിന്റെ ചോടല്ലൊരു പയറാണ്. പക്ഷെ എന്തായാലും യാതൊരു ജൈവമായിട്ട് ജൈവ കൃഷി മാത്രം, ഒരു യാതൊരു മരുന്നില്ല. ജന്തുക്കൾ തിന്നട്ടെ, കുറെ ജന്തുക്കൾ പൊയ്ക്കളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇല്ലേ നല്ലത് കൊടുക്കുക. ഇല്ലേ നല്ല കൊടുക്കുക, നല്ല മൂക്കും. നല്ലൊരു കർഷകർ, യാതൊരു പഴയ കാലത്തൊരു കൃഷിക്കാരൻ പോലെ. ഓക്കെ എന്നാ, ശരി. ഇതാണല്ലേ അന്നത്തെ. കുറച്ച് പയർ കൊണ്ടേ കൊടുത്തില്ലേ? പയർ കുറച്ച് കൊണ്ടേ കൊടുത്തില്ലേ? വെണ്ട തൂക്കി കൊടുക്കും. കുറച്ചൊരു ഇല്ലത് നല്ലത് നല്ല പച്ചക്കറി ചീര. ഇത് വെണ്ട പയർ കുറച്ച് കൊടുത്ത് കടയിൽ. നല്ല അടിപൊളി ചീര, നല്ല പച്ച ചീര, നല്ല വിളയ ചീര. അത് കെട്ടി എനിക്ക് വേണ്ടാക്ക. ആ കെട്ടി നല്ല ചീര, പയറ് ഒക്കെ. നല്ലൊരു കർഷകൻ, ഇല്ലത് നല്ലത്.